ഏത് ദിക്റാണ് ചെല്ലേണ്ടത്, ഏതൊക്കെ ദിക്റുകളാണ് ശ്രേഷ്ഠതയുള്ളത്? മാഷാ അല്ലാഹ്, എത്രയെത്ര ദിക്റുകളുണ്ട്, എത്രയെത്ര ദിക്റുകളാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്തെത്തിക്കൊണ്ട് നബിയോട് ഉറപ്പെടുത്തുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള എളുപ്പ വഴി ഏതാണ്? റബ്ബിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗമേതാണ്? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണ്? ചോദിക്കുന്ന വ്യക്തി ആരാൻ? ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ. അലി റളിയല്ലാഹു അൻഹു ആണ് ചോദ്യകർത്താവ്. ചോദിക്കപ്പെടുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അഥവാ മരുമകനാണ് ചോദിക്കുന്നത്, തൻ്റെ ഭാര്യയുടെ പിതാവിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവുമായി കൂടുതൽ അടുത്തതാണല്ലോ നബിയെ, ആ ഒരു വഴിയിലേക്ക് എനിക്കും എത്താൻ എന്താണ് പോംവഴി? അള്ളാഹുവിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കണം, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവണം, ഞാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കൂല, കുറഞ്ഞ സമയത്ത് പറഞ്ഞ് കുറച്ച് ലാഹൗല ചൊല്ലി നമുക്ക് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് പിരിയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ദീർഘിപ്പിക്കൊന്നുമില്ല മജ്‌ലിസ്. ഒരു 10:30 ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് പോവാം. 1 മണിക്കൂർ 1.25 മണിക്കൂർ കൂടി ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അതുവരെ ഇരിക്കൂല ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും ലോങ് ഇവിടം വരെ വരുമ്പോൾ അല്പസമയം നമ്മൾ ഇൽമിയായ ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആമുഖം പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതായ എളുപ്പമാർഗമേതാണ്? പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി പഠിച്ചു വെക്കണേ സഹോദര സഹോദരി. ഈ കൈക്കമ്പയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ റൂഹേ ബയാൻ കുടുംബാദികളും പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. എന്നെ കേൾക്കുന്നതാകുന്ന ആയിരങ്ങൾ, ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, യാ അലിയോ, അല്ലയോ അലിയേ, അലിയേ, അലൈക ബിദിക്രില്ലാഹി സിർറൻ അലാനിയ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിലേക്ക് നിനക്ക് അടുക്കണോ? നിനക്ക് കണക്ഷൻ വേണോ? നിനക്ക് ബന്ധം വേണോ? അലിയേ, നീ അല്ലാഹുവയോട് രഹസ്യത്തിലും പരസ്യത്തിലും അവന്റെ സ്മരണയിലായി കൂടണേ, ദിക്ർ ചൊല്ലണേ, ദിക്ർ ചൊല്ലണേ. നിന്റെ നാവ് ചലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ചിന്തിക്കുന്ന ഹൃദയം കൊടുത്തുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലാതെ നീ ഒരിക്കലും അള്ളാഹുവിലേക്ക് അടുക്കുകയില്ല. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ആരോരും അറിയാതെ രഹസ്യമായി അവരവരുടെ വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് റൂഹേ ബയാൻ ഓൺലൈനിൽ വീക്ഷിക്കുന്നതായ എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. പാതിരാ
പാതിരാത്രി സമയങ്ങളിൽ ഖുർആൻ ഓതുന്ന എത്രയോ പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. വാപ്പയും ഉമ്മയും ഉറങ്ങുകയാണ്, കൂട്ടുകാരൻ ഉറങ്ങുകയാണ്, നാട്ടുകാർ ഉറങ്ങിയിരിക്കുകയാണ്, സമൂഹവും സമുദായവും ഉറക്കിലേക്ക് പോയിരിക്കുകയാണ്. തൻ്റെ ഭാര്യയും മക്കളും തൊട്ടപ്പുറത്ത് ശയ്യവലംബിക്കുമ്പോഴും ഉറങ്ങാതെ നിർനിദ്രനായി പടച്ചറബിലേക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, പാതിരാത്രി സമയങ്ങളിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരെ, ലാ ഹൗല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ രാവുകളെ ജീവസുറ്റതാക്കുന്നവരെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗം ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടിയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ. രഹസ്യത്തിലും അല്ലാഹുവിനെ സ്മരിക്കണേ, പരസ്യമായി ഇത്തരത്തിലുള്ള സദസ്സുകളിലും അല്ലാഹുവിനെ ഓർക്കണേ, അവനെ പുകഴ്ത്തണേ. രണ്ട് രീതിയിലും വേണം. ആരോരും അറിയാതെ മൊബൈലിൽ യൂട്യൂബ് ഓൺ ചെയ്തിട്ട് റൂഹെ ബയാൻ എന്ന് അടിച്ചു കൊടുത്തു, വൈകിട്ടത്തെ മജ്‌ലിസിൽ പങ്കെടുത്തു, അല്പനേരം അതിലിരുന്നു, ദിക്ർ ചൊല്ലി. ആരും അറിയുന്നില്ല, അവനവൻ്റെ വീട്ടിലാണ്, അവനവൻ്റെ ബെഡ്റൂമിലാണ്. നിസ്കാര മുസല്ലയിലിരുന്നു കൊണ്ട് സഹോദരിമാർ പങ്കെടുത്തതാ, ഒരാളും അറിയുന്നില്ല, അള്ളാഹു മാത്രമാണ് അറിയുന്നത്. രഹസ്യമായുള്ള അമലാണ്. ഇതുപോലെ പരസ്യമായിട്ട് 10 ആൾ കൂടുന്ന മജ്‌ലിസിലും വന്നിരുന്നിട്ട് ദിക്ർ ചൊല്ലുന്നു. ഇത് രണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴിയാണ്. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസ് ബേസ് ചെയ്താണ്, വേറെ അല്ലാതെ ഒന്നും ഇവിടെ പറയുന്നില്ല. ചിലർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ദിക്റിൻ്റെ മജ്‌ലിസ്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഒരു കൂട്ടായ്മ? അതിന് വലിയ അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്, ദീനിലുണ്ട്. ഇത് പഠിക്കണം. ഇത് കുറഞ്ഞു പോയതിൻ്റെ കുറവാണ് ഇന്നത്തെ സമൂഹത്തിലുണ്ടായി തീർന്നിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം നാവ് ചലിപ്പിച്ചുകൊണ്ട്, നാവ് അനക്കി, ഹൃദയം കൊടുത്ത് പടച്ച റബ്ബിനെ സ്മരിക്കലാണ്, ദിക്ർ ചൊല്ലലാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചു, നബിയെ, എന്നാൽ എനിക്കൊരു ദിക്ർ നൽകുമോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബിയിൽ നിന്ന് ഇജാസത്ത് വാങ്ങുകയാണ്. ലാ ഹൗല, നിങ്ങൾ ഇജാസത്ത് വാങ്ങുന്നത് പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിക്കുന്നു, നബിയെ, എനിക്ക് അവിടുന്ന് ഒരു ദിക്ർ നൽകിയാലോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണേ, നിനക്ക് ഉയർച്ചയാണ്, ഉയർച്ചയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി ദിനേന ധാരാളം അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ദിക്ർ നബി തങ്ങൾ നൽകിയപ്പോൾ ചോദിച്ചു, നബിയെ, ഇതെല്ലാവരും ചെല്ലുന്നതല്ലേ, ഇതല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ദിക്ർ, വേറെ ഏതെങ്കിലും ഒരു ദിക്ർ? എല്ലാ ദിവസവും ഹദ്ദാദിൽ നമ്മൾ ലാസ്റ്റ് 100 പ്രാവശ്യം ചെല്ലാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനാ നബി തങ്ങളെ എനിക്ക് ഈ ദിക്ർ നൽകിയത്? വേറെ എത്രയോ ദിക്റുകളുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, അഫളലു മാ അന وأنا ما أنا وقلت والنبيون من بعدي من قبلي لا إله إلا الله. ഞാനും എനിക്ക് മുമ്പും കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന സർവ്വ അംബിയാ മുർസലീങ്ങളും ഏറ്റവും കൂടുതൽ ചൊല്ലി തീർത്തതും ശ്രേഷ്ഠമായി കണ്ട ദിക്റും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റാണ്. അത് ചൊല്ലി പരിചയിക്കണം. അപ്പോഴേ നമുക്ക് കലിമ ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അവസാനം മരിക്കുന്ന സമയത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കണമെങ്കിൽ ഇത് ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നാവൊന്നും പൊന്തൂല, ആ സമയത്ത് ചെല്ലാനും പറ്റൂല, പരിചയിച്ചിട്ടുമില്ല. എത്ര ചെല്ലണം, എത്ര ചെല്ലിയാലും അത്രയും നല്ലതാണ്.
പഴയകാല സമുന്നതരാകുന്ന സമസ്തയുടെ പണ്ഡിതന്മാരെ പരിചയമില്ലയോ? ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ്, അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തണേ അല്ലാ, അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗീയ വസ്ത്രങ്ങൾ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവർ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ ജനങ്ങളോട് ചൊല്ലിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ വിലായത്തിന്റെ മർത്തബയിലേക്ക് ജനങ്ങൾക്ക് ഇജാസത്ത് കൊടുക്കുന്നത് നീ 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ ചൊല്ലണേ ചൊല്ലണേ. മുരീദന്മാരെ കൊണ്ട് ചൊല്ലിക്കുകയാണ് ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലക്ഷങ്ങൾ ചൊല്ലിക്കുകയാണ്. വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ പോയി കൈപിടിച്ച് അവിടുത്തെ പൊരുത്തം വാങ്ങുമ്പോൾ അവർ പറയും, നിസ്കാരം ചിട്ടവച്ച, നോമ്പുകൾ കൃത്യത വെക്കുന്ന, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന, റവാത്തിബ് സുന്നത്തുകൾ കൃത്യത വെക്കുന്ന, ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ കളയാതെ സംശുദ്ധ പുലർത്തുന്ന ജീവിതം നയിക്കുന്നതാകുന്ന ആളുകളെ കാണുമ്പോൾ ഇവൻ സ്വാലിഹാണ്, ഇവൻ നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. നീ 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വേണ്ടി പറയും. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ്, അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തട്ടെ. 1,00,000 ചെല്ലി തീർത്തിട്ട് ശൈഖ് അവറുകൾ അടുക്കലേക്ക് വരുമ്പോൾ പറയും, നീ 1,00,000 കൂടി ചെല്ലാൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീണ്ടും 1,00,000 കൂടി ചെല്ലിക്കുകയാണ്. 2,00,000 പൂർത്തീകരിച്ച് വീണ്ടും വരുമ്പോൾ പറയും 1,00,000 കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പറയാം. ചിന്തിച്ചു നോക്കാം, ആരോടായി പറയുന്നത്? ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടക്കമുള്ളതാകുന്ന അദ്കാറുകൾ ചൊല്ലിത്തീർത്ത, സ്വലാത്തുകൾ അധികരിപ്പിച്ച, സുന്നത്തുകളും ഫർളാക്കപ്പെട്ടതാകുന്ന സർവ്വകാര്യങ്ങളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ആളുകളോടാണ് ഇത് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അധികരിപ്പിക്കണേ എന്ന്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെല്ലാൻ ചെല്ലി 3, 4, 5 ലക്ഷങ്ങളൊക്കെ കഴിയുമ്പോൾ അവരുടെ ഹാലുകൾ മറിയുകയാണ്. മൊത്തത്തിൽ 4,00,000 ചെല്ലിയവരുടെ കഥയല്ലേ ഈ പറഞ്ഞത്. ലക്ഷക്കണക്കിന് ഓൾറെഡി ചെല്ലി തീർത്തിട്ട് പിന്നീട് ഇജാസത്തിന് പ്രകാരം ശൈഖ് അവറുകളുടെ അടുക്കൽ നിന്ന് വാങ്ങി പിന്നീട് ചെല്ലുമ്പോഴുണ്ടാകുന്ന തർബീയത്തിൻ്റെ രൂപമാണ് ഈ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ കൈക്കമ്പയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസിനികളോട് നമ്മൾ ജീവിതത്തിൽ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ടുണ്ട്? ഇതുവരെ ചെല്ലി തീർത്തതാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എണ്ണം എത്രയുണ്ട്? ദിനേന 100 ചെല്ലുന്നവരുണ്ടോ? നിസ്കാരത്തിന് ശേഷം ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 സ്വലാത്ത് ഒരു പള്ളിയിൽ ചെല്ലിയാൽ ആ പള്ളിയിൽ പിന്നെ നിസ്കരിക്കാൻ തന്നെ പോകാത്തതാകുന്ന സമൂഹമായിട്ട് ഇന്നത്തെ സുന്നി സമൂഹത്തിൽ നമ്മൾ മാറിയില്ലേ? നിസ്കാരം കഴിഞ്ഞ ഒരു 10 സ്വലാത്ത് ഒരു പള്ളിയിലുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നിർത്തലാക്കാൻ നോക്കും ആര്? പള്ളിക്കമ്മറ്റിക്കാർ തന്നെ. കാരണം എന്താ? പ്രസിഡന്റിന് വേഗം എഴുന്നേറ്റ് പോകണം. അതുകൊണ്ട് ഈ 10 സ്വലാത്ത് വലിയ വിഷയമാണ്. ഇച്ചിരി ദ്വാരുന്നാരും കുഴപ്പമില്ല. 10 സ്വലാത്ത് ചെല്ലുമ്പോൾ കൈവെക്ക താഴോട്ടായി മടിയാണ്. വേഗം എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകണം. 3 സ്വലാത്ത് ചെല്ലുവാണെങ്കിൽ തന്നെയും അപ്പം തന്നെ സമയമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാച്ചിരുന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അലസത വെക്കുന്ന ആളുകൾ. 30 അല്ല 50 സ്വലാത്ത് വേണമെങ്കിൽ ഇരിക്കാൻ തയ്യാറാണ്. ഇതിന് ശേഷം വല്ല ബിരിയാണി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കൈ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക, കൈ താഴോട്ട് പോലും പോത്തില്ല. ലാസ്റ്റ് ഈ കയ്യിലോട്ട് ഒരു പൊതി ബിരിയാണി തന്നാൽ മതി. നമ്മുടെ അവസ്ഥയാണ് വിവരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ ഈമാൻ എത്രത്തോളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. 100 രൂപയുടെ അല്ലെങ്കിൽ 50 രൂപയുടെ ഒരു ബിരിയാണിയുടെ വില പോലും നമ്മൾ ദിക്റുകൾക്ക് കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. നമുക്കിതിൻ്റെ ഒന്നും മഹത്വം മനസ്സിലായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ പുറകോട്ട് വലിയാണ്, നമ്മൾ പുറകോട്ട് മാറുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത ദിക്റും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മൂസാ നബി അലൈഹിസ്സലാമും ചോദിച്ചു, പടച്ചറബ്ബേ, ഈ ദിക്ർ എല്ലാവരും ചെല്ലുന്നതല്ലേ? എല്ലാവരും ഏറ്റെടുത്ത ദിക്റല്ലേ? അതെ, എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള ദിക്റാണ്. ഈ ദിക്ർ തന്നെ നീ പരിചയിക്കണം. അള്ളാഹ് പറയുകയാണ്. നമ്മളിത് എത്ര ചെല്ലിയിട്ടുണ്ട്?
മഹാന്മാർ പറയുന്നു, ആരെങ്കിലും 1,00,000 ദിക്ർ ചൊല്ലി തീർത്താൽ, 70,000 ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി തന്നെ ഹദിയ ചെയ്താൽ, ഇമാം താഊസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, താബിയുകളിൽ പ്രമുഖനാണ്, തീർച്ചയായും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 70,000 തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് മരണപ്പെട്ടതിന് ശേഷം 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ 11-ന് മുമ്പായിട്ട് നമ്മൾ ചെല്ലിത്തീർക്കും. ഏറ്റവും ചുരുങ്ങിയത് 70,000 അല്ലേ, ചെല്ലാറില്ലേ? കുടുംബക്കാരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലും. ഒരാൾ എണ്ണം പിടിക്കും, അത് എഴുതി വെക്കും, കൂട്ടും. അവസാനം അത് ഏറ്റവും ചുരുങ്ങിയത് 70,000-ന്റെ പുറത്തെത്തിക്കും. എന്തിനാണിത്? ഇത് പഴയ കാലഘട്ടം മുതലേ, താബിയുകൾ മുതലേ ചെയ്തു വന്നിരുന്ന ഒരു അമലാണ്. വലിയ പവിത്രമായ അമലായി മനസ്സിലാക്കേണ്ടതാണ്. ആ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ഭക്ഷണ വിതരണം നടത്തും, മരണപ്പെട്ടവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട്, അതിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്. ഇതൊക്കെ മുൻഗാമികൾ ചെയ്തിരുന്ന അമലുകളിൽപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വേണ്ടി സ്വന്തമായി ദിക്റുകൾ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യുന്നവർ കുറവാണ്. ഒരാൾ മരിച്ചു, വാപ്പ മരിച്ചു, ഉമ്മ മരിക്കുമ്പോൾ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി 70,000 ചെല്ലുന്നതിനപ്പുറം അവനവന് സ്വന്തം ശരീരത്തിന് വേണ്ടി ചെല്ലിത്തീർത്തവർ എത്ര പേരുണ്ട്? ഞാൻ എനിക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോഴേ നമ്മൾ സാലിഹീങ്ങളാവുള്ളൂ. മറ്റേത് വാപ്പ മരിച്ചപ്പോൾ അദ്ദേഹത്തോടൊരു കമ്മിറ്റ് വെച്ചിട്ടിരുന്ന് ചെല്ലുകയാണ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ബന്ധത്തിൻ്റെ പുറത്തിരുന്ന് ചെല്ലി തീർക്കാൻ, ഒരു ഖത്തം ഓതി തീർത്തു, കഴിഞ്ഞു. അങ്ങനെയല്ല, അവനവന് സ്വന്തത്തിന് വേണ്ടി എത്ര ദിക്ർ ചെല്ലിയിട്ടുണ്ട്? ഏറ്റവും ചുരുങ്ങിയത് 1,00,000 ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വേഗം ചെല്ലി തീർക്കണം. ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. നമ്മുടെ റുഹൈ ബയാൻ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ ദിക്ർ ചൊല്ലി പരിചയിച്ച് മുന്നേറട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് സമയം കണ്ടെത്തണം. ഹദ്ദാദ് ഓതുമ്പോൾ എല്ലാ ദിവസവും 100 എണ്ണമുണ്ട്. അതുകൂടാതെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി സമയം നമ്മൾ കണ്ടെത്തി. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലായിരുന്നാലും സഹോദരിമാർ ദിക്ർ ചെല്ലുന്നതിന് തടസ്സമില്ലല്ലോ. ദിക്ർ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നാവുകൊണ്ട് അധികരിപ്പിച്ചതാകുന്ന സ്വാലിഹീങ്ങൾ, മുൻഗാമികൾ മുഴുവനും ആ നിലക്കാണ് കടന്നുപോയിട്ടുള്ളത്. അറിയില്ലേ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അല്ലാഹുവേ അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ മദദും അവിടുത്തെ ഹിഫ്ളും ഹിമായത്തും ഞങ്ങളുടെ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും, ഇവിടെ ഒരുമിച്ച് കൂടിയ റൂഹേ ബയാൻ കുടുംബാദികൾ മുഴുവൻ ആളുകൾക്കും, ലൈവായി കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കോഴിക്കോട് ജില്ലയിലെ, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവർ ഇതാ അന്ത്യശ്വാസം വലിക്കുന്ന സന്ദർഭം, തൊട്ടടുത്തുള്ളതാകുന്ന പള്ളിയിൽ നിന്ന്, ബിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുകയാണ്. സുബഹിയുടെ ബാങ്കാണ് മുഴങ്ങുന്നത്. ഹയ്യാലസ് സ്വലാ ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ, നിസ്കരിക്കാൻ വരൂ. തൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുമ്പോ അവസാന ശ്വാസം വലിച്ചു വിടുകയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമാകുന്ന ബാങ്കലിയുടെ അവസാന വാക്കങ്ങ് പറയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു അവിടുത്തെ നാവ് കൊണ്ട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു എന്നർത്ഥം വരുന്ന മഹനീയമായ ദിക്ർ അവിടുത്തെ നാവിലൂടെ ലോകത്തെ കേൾപ്പിച്ചുകൊണ്ട് ഉരുവിടുകയാണ്. ആർക്കാണ് സഹോദര സഹോദരി ഇതുപോലെ സാധിച്ചിട്ടുള്ളത്? ബാങ്കിന്റെ അവസാന കലിമത്ത് കേട്ടിട്ട് അതിന് ജവാബ് കൊടുത്ത് അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ബാങ്ക് കാതിലേക്ക് അങ്ങ് കേൾക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞില്ലേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പരിചയിച്ചോ അലിയേ, വിജയമാണ് വിജയമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ ഖാല ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരൊരുവൻ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയോ അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമേ, സ്വർഗത്തിൽ പ്രവേശിക്കുമേ. നമുക്ക് എത്രയെത്ര ഉദാഹരണങ്ങളാണ് നടന്നു പോയിട്ടുള്ളത്. നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത്, ബഹുമാനപ്പെട്ടതാകുന്ന മഹാന്മാരാകുന്ന സൂഫിയാക്കളാകുന്ന മഹാന്മാരാകുന്ന സച്ചരിതരാകുന്ന സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരുടെ ദറജ ഉയർത്തനെ അല്ലാഹ്. ആനമങ്ങാട് ഉസ്താദ് ബഹുമാനപ്പെട്ടതാകുന്ന ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാരടക്കമുള്ളതാകുന്ന ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരെല്ലാവരും മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ടതല്ലേ? നമുക്ക് പരിചയമുള്ള ഏറ്റവും വലിയ സൂഫി വര്യനാകുന്ന നമ്മുടെ നാട്ടുകാരനാകുന്ന മിത്തബീൽ ജബ്ബാർ ഉസ്താദ് അവറുകൾ, അവിടുത്തെ വഫാത്തും നമുക്ക് സുപരിചിതമല്ലേ? കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാനുഭാവനല്ലേ? എന്തേ ഇവരൊക്കെ നേടിയെടുത്തതാകുന്ന ആത്മീയമായ ഉന്മേഷം? എന്താണ് ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാകുന്ന ആവേശം? അവർ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ധാരാളമായി ഏറ്റെടുത്തുകൊണ്ട് ചെല്ലിയവരാണ്. അത് മുറ പോലെ തർബിയത്തിലൂടെ മഹാന്മാർ ഇജാസത്ത് നൽകിയതിന് പ്രകാരം അനുഷ്ഠിച്ചു പോന്നിരുന്നതാണ്. ഇതൊരു പരമ്പരയാണ്, ഇതൊരു സനതാണ്. ഹബീബായ നബി തങ്ങൾ അലിയാർ തങ്ങളുടെ കൈവശം കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ അലിയാർ തങ്ങൾ അടുത്തതാകുന്ന കാലഘട്ടത്തിലുള്ള താബികൾക്ക് കൈമാറി, ആ താബികൾ ശേഷമുള്ള ഇമ്മത്തുകൾക്ക് കൈമാറി, ആ ഇമ്മത്തുകൾ ശേഷം വരുന്ന ഇമാമിങ്ങൾക്ക് അത് കൊടുത്തു, ആ ഇമാമിങ്ങൾ ശേഷം വരുന്ന പണ്ഡിതന്മാർക്ക് കൊടുത്തു. അങ്ങനെ കൈമാറി 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 നമുക്ക് കിട്ടിയതാകുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ഒന്ന് ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നാവ് കൊണ്ട് ഈ ചെല്ലലൂടെ അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സർവ്വവിധ പാപങ്ങളും നീ വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫാ നൽകണേ അല്ലാ. നിന്നെ ത്വാഅത്തിലായി ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലി 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 അങ്ങനെ നിലകൊള്ളണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്കിലേ അവസാനം എത്തുമ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മുസ്ലിം ആയതുകൊണ്ടൊന്നും ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് മനസ്സിലായിക്കോ. ഇത് ചൊല്ലി തന്നെ പരിചയിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ലതുപോലെ നാവ് കൊണ്ട് ഏറ്റെടുത്ത് ഹൃദയം കൊടുത്ത് തന്നെ ചൊല്ലണം. സമയം അതിനുവേണ്ടി കണ്ടെത്തണം. ചൊല്ലി അവസാനം നമ്മുടെ ആത്മാവിൽ അത് ലയിച്ചു തരും. അൻഫാസിയായ ദിക്ർ ആയി മാറും. നമ്മുടെ ശ്വാസോച്ഛ്വാസം വിടുന്നതാകുന്ന ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അതുറപ്പാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് നീ കൂടലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ദുനിയാവിലേക്കുള്ളതാകുന്ന ഒന്നാമത്തെ നിധി ലിസാനുൻ ദാകിറുൻ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വിഷയം അതാണ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ്, അതാണ് നമ്മുടെ വിഷയം. അത് ദുനിയാവിൻ്റെ ഒന്നാമത്തെ നിധിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിലുള്ള ഓരോ ദിക്റും നമ്മൾ ചൊല്ലുന്ന ഹദ്ദാദ്, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, ഇതിലൊക്കെ ഉള്ള ഓരോന്നിൻ്റെയും മഹത്വം പോരിഷ വിവരിച്ചാൽ ഇന്നൊന്നും സദസ്സ് അവസാനിപ്പിക്കാൻ പറ്റൂല. മാസങ്ങൾ നീണ്ട ചർച്ചകൾ വേണ്ടി വരും. മാസങ്ങൾ. അത്രയേറെ പവിത്രമായ ദിക്റുകളുടെ ക്രോഡീകരണമാണ് ഹദ്ദാദിലുള്ളത്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അത് ക്രോഡീകരിച്ച അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് ബഅലവി റളിയല്ലാഹു അൻഹു
അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു ഈ സദസ്സിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു നസീബാക്കട്ടെ. ശ്രദ്ധിക്കും നിങ്ങൾ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പറ്റി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ നിത്യമായി ചെയ്തിരുന്നു യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. എല്ലാ ദിവസവും മുടങ്ങാതെ 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു ഹബീബായ റസൂലുള്ളാഹി. മുടങ്ങിയിട്ടില്ല. കാന എന്ന പദത്തിൽ ദവാമിനെ കുറിക്കും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, അഥവാ ജീവിതത്തിൽ ദിനേന അവിടുത്തെ ശൈലിയിൽപ്പെട്ടതായിരുന്നു, എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. സുബഹിക്ക് ശേഷമുള്ള റൂഹെ ബയാൻ മജ്ലിസിൽ 100 പ്രാവശ്യം ചെല്ലാറുണ്ട് മുടങ്ങാതെ. അള്ളാഹു പങ്കെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ഹദ്ദാദിൽ എല്ലാ ദിവസവും രാത്രിയിൽ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. നാഥനാകുന്ന റബ്ബിനോട് സർവ്വവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നില്ലയോ, തൗബ ചെയ്യുന്നില്ലയോ? എന്താണ് ഇതിന്റെ മഹത്വം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തെ ഉത്ബോധനം നടത്തുകയാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ عليكم مدرارا ويمددكم بأموال وبنين ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂഹിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 950 വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരീഅത്തുമായി ജനങ്ങളിലേക്ക് പ്രബോധനത്തിന് ഇറങ്ങിയതാകുന്ന പ്രവാചകനല്ലയോ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ അതിതീഷ്ണമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. 950 വർഷം രാവും പകലും നിരന്തരമായി ദഅവത്ത് നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അവലാതിപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന്റെ പാപം പൊറുപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു അത്രേ. ഇസ്തിഗ്ഫാർ ചൊല്ലണേ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തുദ്ധരിക്കുകയാണ്. ഇത് കേവലം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല, ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് ഹബീബായ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട കലാമാണ്. ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ്. ഇത് അവർക്കുള്ള വഴികാട്ടിയാണ്. അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ്, നമുക്കുള്ള പാഠപുസ്തകമാണ്, നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ്, നമുക്ക് നന്മയുടെ വഴിത്താരയാണ്, നമുക്ക് ആഖിറത്തിലേക്കുള്ള പ്രചോദനമാണ്, നമുക്ക് ആഖിറം രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ്. ആ ഖുർആൻ
ഖുർആനൊന്ന് തുറക്കണേ ചെറുപ്പക്കാരാ, സഹോദര. ആ ഖുർആനിന്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പെങ്ങളെ. ആ ഖുർആനിതാ നിന്നെ മാടി വിളിക്കുകയാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണവൻ, ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ, ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ. ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണവൻ. അതുകൊണ്ട് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവാകുന്ന പടച്ച റബ്ബിനോട് പാപമോചനത്തിന് അർത്ഥിക്കണേ. ഇന്നഹു കാന ഗഫാറാ. കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, റുഹേ ബയാൻ കുടുംബാദികളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഖുർആനിലൂടെ അള്ളാഹു പരിചയിപ്പിക്കുകയാണ്. ഖുർആനിലൂടെ അള്ളാഹു പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ്. അവന് പാപം അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അവൻ കാരുണ്യവാനാണ്. അവന് റഹീമാണ്. തീർന്നില്ല. യുറസിലിസ് സമാ അലൈക്കും മിദ്റാറാ. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. നിങ്ങൾ അതിചൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ, വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് ചൊല്ലി നോക്ക്. ആകാശത്തിന് അധിപനായ അല്ലാഹു വാനലോകത്ത് നിന്ന് ഇതാ സുന്ദരമായ കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. മിദ്റാറാ, കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അല്ലാഹു നൽകുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, എനിക്ക് സമ്പത്തില്ല ഉസ്താദേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്, ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ്. 5 കൊല്ലമായി ജോലിയില്ല, 3 കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല, മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു, ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം, എല്ലാ നിലയ്ക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈ കൊറോണ എന്നെ തളർത്തി ഉസ്താദേ, ഒമിക്രോൺ കടന്നു വരുന്നു ഉസ്താദേ, സാമ്പത്തിക മാന്ദ്യം വല്ലാതെ കൂടുതലാണ്, ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ, ദുഃഖം പറയുന്നവരെ, ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ, ഖുർആൻ വിശദീകരിക്കുകയാണ്. ഖുർആനാണ് പറയുന്നത്. ഖുർആനിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ, അവന്റെ അംബിയാ മുർസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിഴലിക്കുന്നവരെ, ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത്. വയുംദിദുകും ബിഅംവാൽ. അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുമേ, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലെങ്കിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഖുർആനാണ് വീണ്ടും ഓഫർ നൽകുന്നത്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും, നിനക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും, നിനക്ക് അല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും. മക്കളില്ലാതെ നടക്കുന്നവരെ, ഒരു സാലിഹായ പൊന്നുമോന് വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്രയെത്ര മസാറുകളിൽ നീ സിയാറത്ത് ചെയ്തോ, എത്രയെത്ര മഖാമുകളിൽ പോയി നേർച്ച നേർന്നോ. പക്ഷേ നിനക്ക് ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. ആ മഖാമുകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോഴും നീ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഒരല്പസമയം നീ ചെലവഴിച്ചില്ല. മല്ലസിമൽ ഇസ്തിഗ്ഫാർ. ആരെങ്കിലും ഇസ്തിഗ്ഫാറിന്
അധികരിപ്പിച്ചാൽ, അത് ദായിമാക്കിയാൽ, ആ ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ചാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ മനക്ലേശങ്ങളും അല്ലാഹു നീക്കുന്നതാണ്. വമിൻ കുല്ലി ഹമ്മിൻ മഖറജാ, എല്ലാ മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാഹു നീക്കുമേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തീർന്നില്ല. ഇസ്തിഗ്ഫാറിന്റെ മഹത്വമാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീമിന്റെ മഹത്വമാണ്. പഠിച്ചു വെക്കണേ. ഇന്ന് മുതൽ ചൊല്ലാതെ പോകരുതേ. ഇന്ന് മുതൽ ഈ മജ്ലിസിനെ നീ നിസ്സാരമായി കാണരുതേ. ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ്. വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറാ, സ്വർഗീയമാകുന്ന അരുവികൾ അല്ലാഹു അവർക്ക് സമ്മാനിക്കുമേ. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെ, ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന് അല്ലാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുന്നതാണ്. അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു റിസ്ഖ് നൽകുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ്. നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അല്ലാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അല്ലാഹു നിറയ്ക്കുന്നതാണ്. നിനക്ക് ആഹാരം അല്ലാഹു നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ്. തീർന്നില്ല. നിനക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് നൽകുന്നതാണ്. തീർന്നില്ല. അല്ലാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്. തീർന്നില്ല. അല്ലാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ്. തീർന്നില്ല. ഈ ദുനിയാവിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയവനെ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അല്ലാഹു നൽകുമേ. സ്വർഗീയമാകുന്ന അരുവികളെ അല്ലാഹു സമ്മാനിക്കുമേ. വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറാ. അതിനാണ് സുബഹിക്ക് ശേഷം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്. മനസ്സിലായോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീമിന്റെ മഹത്വം ഇത് പഠിക്കണ ഈ ഉമ്മത്ത്. നമ്മളോർക്കോ ഞാനിപ്പോൾ ഈ അസ്തഗ്ഫിറുല്ലാഹ് അതൊക്കെ എത്ര കേട്ടേക്കുന്നു, എത്ര ചെല്ലിയേക്കുന്നു. പക്ഷെ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ, ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ, ഗുണമേറെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അധികരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം. മുടങ്ങാൻ പാടില്ല. ഈ ദിക്റുകളൊന്നും മുടങ്ങാൻ പാടില്ല. ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാട് എടുക്കും. എത്ര ദിക്റുകളാണ്. ഈ ദിക്റുകളുടെയൊക്കെ പോരിശ ഇന്ന് പറഞ്ഞ് തീർക്കാൻ സാധിക്കുമോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, ഈ ദുനിയാവിലെ 4 നിധികളിൽ ഒന്നാമത്തെ നിധി അത് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. ആ ദിക്റാണ് ഈ പറയുന്നത്. 2 ദിക്റേ പറഞ്ഞുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും. അപ്പോഴേ സമയം കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒന്ന് ചൊല്ലിക്കുക ഇൻഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ചൊല്ലി പരിചയിക്കണം പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا
ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا أستغفر الله العظيم ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരേ സ്വരത്തിൽ ഒരേപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഉറക്കെയൊന്ന് ചൊല്ലണേ. നമ്മുടെ ഈ സദസ്സും ഈ കേൾക്കുന്ന മണൽത്തരികളും നാളെ നമുക്ക് അനുകൂലമായി സാക്ഷികളാകണം. ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉറക്കെ ചൊല്ലണേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിന്നിൽ കിടക്കുന്ന പിശാച് പറയും പതുക്കെ ചൊല്ലാൻ, പക്ഷെ നിനക്കൊരു മലക്കിയായ കൂവത്തുണ്ടാകണം ഉറക്കെ ചൊല്ലാൻ. മലക്കിന്റെ കൂവത്ത് ഹൃദയത്തിലൂടെ നാവിലൂടെ പുറത്തു വരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം أستغفر الله العظيم 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 أستغفر الله العظيم. ഓരോ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴും നിന്റെ ഹൃദയത്തിൽ കടന്നു വരണം. ഇസ്തിഗ്ഫാറിന്റെ പറയപ്പെട്ട സർവമഹത്വങ്ങളും ഹൃദയത്തിലേക്ക് വരണം. ഇന്ന ഇന്ന കാര്യങ്ങൾ പാപമോചനം നേടിയെടുക്കണം, സമ്പത്ത് എനിക്കുണ്ടാവണം, എനിക്ക് സാലിഹീകളാകുന്ന സന്താനങ്ങൾ ഉണ്ടാകണം, സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളിൽ എനിക്ക് ഉണ്ടാവണം, എനിക്ക് സ്വർഗീയമാകുന്ന അരുവികൾക്ക് സാധ്യമാകണം, എൻ്റെ മാനസികമാകുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളും നീങ്ങണം, എനിക്ക് റിസ്ഖ് അല്ലാഹു ഞാൻ വിചാരിക്കാത്ത അവത്തിലൂടെ കരഗതമാക്കണം. ഇങ്ങനെ ഒട്ടനവധി നിയ്യത്തുകൾ ഹൃദയത്തിൽ കൊണ്ടുവന്നൊന്ന് ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. أستغفر الله العظيم 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 أستغفر الله العظيم. إلهي أنت مقصودي ورضاك مطلوبي إلهي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
جددوا إيمانكم ونوّروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إله إلا الله لا 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 إله إلا الله ജദ്ദിദു ഈമാനക്കും. നിങ്ങളൊന്ന് കേൾക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് മുമ്പ് എല്ലാ ഉസ്താദുമാരും പറഞ്ഞു തരുന്ന വാക്കാണ്. നിന്റെ വിശ്വാസത്തെ ഒന്ന് പുതുക്കണേ, നിന്റെ ഈമാനിനെ പുതുക്കാൻ ഉപകരിക്കുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർന്നില്ല, വസയ്യിനു അൽസിനതക്കും, നിന്റെ നാവിനെ ഒന്ന് നന്നാക്കണേ, ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടൊന്ന് നന്നാവാ തുനിയണേ. എത്രയെത്ര ഫനായും ഫസാദും പറഞ്ഞുപോയ നാവാണ്. ആളുകളെ കുറിച്ച് നമീമത്തും ഗീബത്തും പറഞ്ഞതാണ്, മോശമായ സംസാരങ്ങൾ നടത്തിയ നാവാണ്, ഫനായും ഫസാദിലും ഏർപ്പെട്ടിരിക്കുന്ന നാവാണ്. ഈ നാവ് കൊണ്ട് റബ്ബിനെ ഒന്ന് വാഴ്ത്തണേ, അതിനെ പറ്റിയ ഏറ്റവും നല്ല ദിക്റാണ് നിന്റെ നാവിനെ നന്നാക്കിയെടുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي إلهي أنت مقصودي ورضاك مطلوبي ചൊല്ലിക്കെല്ലാവരും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ചൊല്ലിക്കെല്ലാവരും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എല്ലാ ശത്രുക്കൾ നമ്മുടെ മുന്നിൽ തോറ്റുപോകാൻ, ശത്രുക്കൾക്കെതിരിൽ നമുക്ക് വിജയം ലഭിക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹ്. അല്ലാഹ് മതി നമുക്ക്. നിഅമൽ വകീൽ, വരമേൽപ്പിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവൻ അവനാണ്. ചൊല്ലിക്കോ, അല്ലാഹുവേ എല്ലാ ശത്രുക്കളുടെ ശത്രുതയെ തൊട്ട് ഞങ്ങളെയും ഈ നാടിനെയും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ റൂഹേ ബയാൻ കുടുംബാദികളെയും സഹോദര സഹോദരിമാരെയും ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളെയും നീ കാവലിലാക്കണേ അല്ലാ. സർവൂറമായ സംരക്ഷണം ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇലാഹി അൻത മഖ്സൂദി വറിളാക إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي